ദൈവത്തോടുമാണ്. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിമല്ല, സിഖുകാരനോ ക്രിസ്ത്യാനിയോ അല്ല. ഞാൻ ആദ്യമേ ഒരു മനുഷ്യനാണ്. മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടും ഈ മനുഷ്യത്വത്തോടുമാണ് എനിക്ക് മറുപടി പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും മതത്തോടും. ഈ വാക്കുകൾ ഉത്തരാഖണ്ഡിലെ കോട്ട്ദോറിൽ നിന്നുള്ള ദീപക് കുമാർ എന്ന സാധാരണക്കാരൻ. ഇന്ന് ഈ പേര് ഇന്ത്യയൊട്ടാകെ ചർച്ചയാകുന്നത് ഒരു സവിശേഷമായ നിലപാടിന്റെ പേരിലാണ്. രാജ്യത്തെ കാർന്നു തിന്നുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് മുന്നിൽ മുഹമ്മദ് ദീപക് എന്ന് സ്വയം പരിചയപ്പെടുത്തി അയാൾ നടത്തിയ പോരാട്ടം ഇന്ന് രാജ്യത്തിന് നൽകുന്നത് വലിയൊരു പാഠം. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം. കോട്ട്ദോറിലെ പട്ടേൽ മാർഗിൽ 30 വർഷമായി കട നടത്തുന്ന 70 വയസ്സുകാരൻ വക്കീൽ അഹമ്മദിനെ ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വവാദികൾ വളയും. കടയുടെ പേരിൽ ബാബ എന്ന വാക്ക് ഉപയോഗിക്കാൻ ഒരു മുസ്ലിമിന് അവകാശമില്ലെന്നായിരുന്നു അവരുടെ വാദം. പേര് മാറ്റണമെന്ന ഭീഷണിക്ക് മുന്നിൽ വക്കീൽ അഹമ്മദ് പകച്ചു നിന്നപ്പോഴാണ് ജിം ട്രെയിനറായ ദീപക് കുമാർ ഇടപെടുന്നത്. നീ ആരാണെന്ന ഹിന്ദുത്വവാദികളുടെ ചോദ്യത്തിന് മതപരമായ വേർതിരിവുകൾക്ക് അപ്പുറം ഇന്ത്യ എന്ന വിധാനം ഉയർത്തിപ്പിടിച്ച് അയാൾ മറുപടി നൽകി, എന്റെ പേര് മുഹമ്മദ് ദീപക്. ആ ഒരൊറ്റ വാക്കിൽ വിരളിക്കൊണ്ടവർ ദീപകിന്റെ വീടിന് മുന്നിലും ജിമ്മിന് മുന്നിലും കടിച്ചു. ഭീഷണികൾ പ്രവർത്തിച്ചു. പക്ഷേ ഭയത്തിന് കീഴ്പ്പെടാൻ അയാൾ തയ്യാറായി. അക്രമങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. 30 വർഷത്തെ അധ്വാനത്തിന് മേൽ വർഗീയതയുടെ കരിനിഴൽ വീണപ്പോൾ വക്കീൽ അഹമ്മദിന് തുണയായത് തന്റെ അയൽവാസി കൂടിയായ ഈ മനുഷ്യനായി. മനുഷ്യത്വം ഇനിയും ബാക്കിയുണ്ടെന്ന് അയാൾ തെളിയിച്ചു എന്നാണ് വക്കീൽ അഹമ്മദ് കണ്ണീരോടെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു. ദീപകിന്റെ ഈ ധീരത ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിലും ചർച്ചയായി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദീപകിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഹീറോ എന്നാണ്. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറന്നു ഭരണഘടനയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന സിംഹഹൃദയമുള്ള പോരാളി എന്നാണ് രാഹുൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. വെറുപ്പ് വിതയ്ക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ അധികാരവും ആൾക്കൂട്ടവും ചേർന്ന് ഒരു വിഭാഗത്തെ വേട്ടയാടുമ്പോൾ ദുർബലർക്കൊപ്പം നിൽക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ദീപക് കുമാർ ഇന്ന് ഇന്ത്യയോട് പറയുന്നത്. മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ മുഹമ്മദ് ദീപക് എന്ന പേര് കേവലം ഒരു മറുപടിയല്ല, അതൊരു ഉജ്ജ്വലമായ പ്രതിഷേധമാണ്. ഭയമില്ലാത്ത, ഭേദങ്ങളില്ലാത്ത ഇന്ത്യയുടെ കരുത്തുദശ. ഈ പോരാട്ടത്തിൽ അയാൾ ഒറ്റയ്ക്കല്ല എന്ന് ഈ രാജ്യം വിളിച്ചു പറഞ്ഞു.